അതിപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ ഈ പേര് അറിയുന്നതിന് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദേവപ്രശ്നം നടത്തിയപ്പോൾ അന്ന് ഈ മരത്തിന് ഇന്ന പേരെന്ന് അറിയത്തില്ലായിരുന്നു. എന്തോ ഒരു പ്രത്യേക മരമാണെന്ന് പറഞ്ഞു. പക്ഷേ ആ മരത്തിൽ ഹനുമാന്റെ സാന്നിധ്യവും ഉണ്ട്. അതുപോലെ തന്നെ ആ മരത്തിൻ്റെ ചുവട്ടിൽ പുറ്റിങ്ങലമ്മയും പാർവതീദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുകയും ഇപ്പോഴും നിലവിൽ നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്ന അതേ പൂജകൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. നേദ്യം ഉൾപ്പെടെ ഇവിടെ പുറ്റിങ്ങലമ്മയ്ക്കും പാർവതീദേവിക്കും 2 നേരവും അങ്ങനെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു ശ്രീകോവിലിന് തുല്യം തന്നെയാണ് ഇതും. മരം ശ്രദ്ധിച്ചറിയാം, ശ്രീകോവിലിന് ഒരു മറവുമില്ല, ഇങ്ങോട്ട് വളഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് യഥാർത്ഥം നേരെ വിളിച്ചിരുന്നെങ്കിൽ നമ്മുടെ ശ്രീകോവിൽ മറഞ്ഞാൽ. അപ്പോൾ അത് പ്രകൃതി തന്നെ ഇങ്ങനെ വളച്ച് എന്തൊക്കെയോ ചൈതന്യമുണ്ട്. പക്ഷെ ഇതിൽ കൂടെ വലുതായിട്ടുമില്ല ചെറുതായിട്ടുമില്ല. അതൊക്കെ ഒരു അതിശയമാണ്. നശിച്ചിട്ടുമില്ല, അങ്ങനെ അങ്ങ് നിൽക്കുക. എന്നാലും ആരും വളം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. പ്രകൃതി തന്നെ ഇങ്ങനെ നിർത്തി പരിപോഷിച്ച് നിർത്തി എന്നുള്ളത്. കാവിലിപ്പ എന്ന് പറയുന്ന ഈ മരം പണ്ടേ നമ്മുടെയൊക്കെ ഓർമ്മയാവുന്ന കാലം മുതലേ ഞങ്ങളൊക്കെ കണ്ടു കൊച്ചു കുഞ്ഞായിട്ടിരിക്കും വരുമ്പോൾ തന്നെ കാണുന്ന ഒരു മരമാണ്. ആ മരം അന്നും ഇന്നും ഒരു അതിശയം എന്നുള്ള രീതിയിൽ അല്പം പോലും വലുതായിട്ടും ചെറുതായിട്ടൊന്നുമില്ല. പല പ്രകൃതി ദുരന്തങ്ങളും ഈ മഴയും കാറ്റും വെയിലുമൊക്കെ വന്നിട്ടൊന്നും ആ മരത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇന്നും ഒരു യൗവനക്സായിട്ട് നിൽക്കുകയാണ്. അതിന് യാതൊരു മാറ്റവും ആ മരത്തിന് വന്നിട്ടില്ല. എന്നാൽ ഈ മരത്തിന് ഒരു തൈകൾ പോലും ഇവിടെ നിന്ന് കിട്ടിയിട്ടുമില്ല. പലപ്പോഴും തൈകളൊക്കെ ഇതിൻ്റെ മാവും കുരുകളൊക്കെ വീഴും, പക്ഷേ ഒന്നും അത് കിളിച്ചു വന്നിട്ടില്ല. പക്ഷേ ഈ വളരെ അടുത്ത കാലത്ത്, അതായത് 2019-20 കാലഘട്ടത്തിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ 2 സയൻറ്റിസ്റ്റുകൾ ഇവിടെ ഈ കാവ് സന്ദർശനത്തിൻ്റെ ഭാഗമാണ്. അവർ കാവിനെ പറ്റി പഠിക്കാൻ വന്നവരാണ്. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഈ മരം പെടുകയും അവരതിനെ ഫർദറായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഇത് വേൾഡിൽ, അവരുടെ അഭിപ്രായത്തിലാണെങ്കിൽ വേൾഡിൽ ഒറ്റ മരമേ ഉള്ളൂ. അതാണ് നമ്മുടെ ആയില്ലി മഹാദേവൻ്റെ മുന്നിലുള്ള ഈ കാവിലിപ്പ. ഇപ്പോൾ അതിന് ആയിരവില്ലി ഇലിപ്പ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ഇലിപ്പ എന്നുള്ള മരം 7 ഇനമുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷേ ഈ മരം റയർ സ്പീഷീസാണ്, വേറെ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ റീസെൻ്റായിട്ട് അടുത്ത കാലത്ത് അവർ ഇതിൻ്റെ അരികൾ കൊണ്ടുപോയി കുരിപ്പിച്ചിട്ടുണ്ട്. അപ്പം 7 or 6 തൈകൾ ലഭിച്ചിരുന്നു. നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് പറഞ്ഞുള്ള അറിവെന്ന് ഇവിടെ അത്രയും വനമായിരുന്നു. അപ്പോൾ ഈ റെയിൽവേ ഇതുവഴി അക്വയറിയത് വന്നു. റെയിൽവേ ലൈൻ ഇതുവഴി വരാനിരുന്നപ്പോൾ മഹാദേവൻ്റെ വിശ്വരൂപം അവരെ, ആ ഉദ്യോഗസ്ഥരെ, അതായത് അന്ന് ഈ ഇംഗ്ലീഷുകാരാണല്ലോ, അപ്പോൾ അവരെ കാണിച്ചു വന്നു. അവർ കണ്ടു ഭയന്ന് റെയിൽവേയുടെ ആ അലൈൻമെൻറ്റ്, അതായത് ആ റൂട്ട് ഇവിടെ നിന്ന് മാറ്റി കുറച്ചൊരങ്ങ് തെക്ക് സൈഡിൽ കൂടെ ഇപ്പം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാഗത്തിൽ പോയിട്ടുണ്ടെന്ന് പഴമക്കാർ പറഞ്ഞുള്ള അറിവാണ്. പിന്നെ ഒത്തിരി ഐതിഹ്യങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. നമ്മുടെ നല്ല വിവിധ ഇനം സസ്യജലാദികളുള്ള ഒരു കാവാണ് നമുക്കുള്ളത്. ഒട്ടുമിക്ക പക്ഷി മൃഗാദികളും ഒക്കെ പിന്നെ അതുപോലെ വിശേഷിച്ച് റയറായിട്ടുള്ള ഒരുപാട് സസ്യങ്ങളിനകത്തുണ്ടെന്നാണ് ഈ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ സമ്പുഷ്ടമായിട്ട് നിൽക്കുവാണ്. ഈ ക്ഷേത്രം ചുറ്റി നല്ല ഒരു കാവ്, ഏകദേശം 4 ഏക്കറോളം വിസ്തീർണതയിൽ ഇപ്പോഴും നിലവിൽ നമുക്ക് കാവുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ എന്ന് പറയുന്നത് മഹാദേവനാണ്. മഹാദേവനാണെങ്കിലും കിരാത
രൂപിയായിട്ടാണ് ഇവിടെ ഉള്ളതെന്നാണ് ദേവപ്രശ്നം ഈ പറഞ്ഞിട്ടുള്ളത്. 1000 വില്ലുമായിട്ട് ആകാശം മുട്ട നിൽക്കുന്നു എന്നൊരു സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്.